ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടി. ബിജെപിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തെ തകർക്കുന്നതായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം. സംഘടനാ ദൗർബല്യവും പ്രാദേശിക നേതൃത്വത്തിന്റെ അഭാവവും പരാജയത്തിന്റെ ആഴം കൂട്ടിയെന്നാണ് വിലയിരുത്തൽ. നവംബർ 6-നും 11-നും ഇടയിൽ 2 ഘട്ടങ്ങളിലായി നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തി. ഇത് 1951 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ്. കൂടാതെ വനിതാ വോട്ടർമാരുടെ പങ്കാളിത്തം 71.6% എന്ന ചരിത്രപരമായ ഉയരത്തിലെത്തി. വിവാദപരമായ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും 4 പതിറ്റാണ്ടായി ബീഹാർ രാഷ്ട്രീയം രൂപപ്പെടുത്തിയ ജെഡിയുവിന്റെ നിതീഷ് കുമാർ, ആർജെഡിയുടെ ലാലു പ്രസാദ് യാദവ് എന്നിവരുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകും. 2015-ൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി 41 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 27 സീറ്റിലായിരുന്നു ജയിച്ചത്. 2000-ൽ വാശി പിടിച്ച് 70 സീറ്റിൽ മത്സരിച്ചു. ലഭിച്ചതാകട്ടെ 19 സീറ്റ്. ഇക്കുറി കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത് 61 സീറ്റിലായിരുന്നു പോരാട്ടം. എന്നാൽ മുൻവർഷത്തേക്കാൾ താഴേക്ക് പോയി. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആക്രമണം വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിനെ പിഴച്ചത്. ബീഹാറിന്റെ തെരുവുകളിൽ രാഹുൽ നടത്തിയ ജൻ അധികാർ യാത്രയിൽ കണ്ട ജനപങ്കാളിത്തത്തിന്റെ തിരയിളക്കമൊന്നും വോട്ടിംഗ് യന്ത്രത്തിൽ പ്രതിഫലിച്ചില്ല. ആർജെഡി ഉൾപ്പെടെ മഹാസഖ്യത്തിലെ മറ്റു പാർട്ടികളും ഏറ്റെടുക്കാതെയായതോടെ വോട്ട് ചോരി രാഹുലിന്റെയും കോൺഗ്രസിന്റെയും മാത്രം ആയുധമായി മാറി. യുവാക്കളെ ആകർഷിക്കാനുള്ള സമൂഹമാധ്യമ ക്യാമ്പയിനും ഏശിയില്ല. സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യവും പരാജയത്തിനെ വഴിവെച്ചു.